ഹായ്, MRCT വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ മലയാളം കീബോർഡ് ആക്ടിവേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഓൾറെഡി നമ്മൾ മലയാളം മാത്രമല്ല പല ഭാഷകളും വിൻഡോസിൽ ഓൾറെഡി ആ പ്രോഗ്രാമിലുണ്ട്. പക്ഷെ അത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഏതൊരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ എന്താണോ പറയുന്നത് അത് പ്രവർത്തിക്കുന്ന ഒരു മെഷീനാണല്ലോ. അപ്പം കീബോർഡിൽ ഇംഗ്ലീഷിൽ എ എന്ന് പ്രസ് ചെയ്താൽ മലയാളത്തിലുള്ള ഏതക്ഷരം ടൈപ്പ് ചെയ്യണം, ബി എന്ന് പ്രസ് ചെയ്താൽ ഏതക്ഷരം ടൈപ്പ് ചെയ്യണം, സി എന്ന് പ്രസ് ചെയ്താൽ ഏതക്ഷരം ടൈപ്പ് ചെയ്യണം എന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ അതിൽ മലയാളം കീബോർഡ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുന്ദരമായിട്ട് നമുക്ക് മലയാളം കീബോർഡ് അറിയുമെങ്കിൽ നമുക്ക് സുന്ദരമായിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മലയാളം വളരെ പ്രൊഫഷണൽ ആയിട്ട് പഠിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ ലിങ്ക് ഞാനൊരു വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഐ ബട്ടണിൽ ഉണ്ടാവും. ഹൗ ടു ടൈപ്പ് മലയാളം ഇൻ എ കമ്പ്യൂട്ടർ ലൈക്ക് എ DTP സെന്റർ. അതായത് DTP സെന്ററിലുള്ളത് പോലെ നമുക്ക് എങ്ങനെ മലയാളം ടൈപ്പ് ചെയ്യാമെന്നാണ് ആ വീഡിയോയിൽ പറയുന്നത്. അതിൽ മലയാളത്തിലുള്ള മുഴുവൻ ലെറ്റേഴ്സിൻ്റെ ഒരു ചാർട്ട് ഉണ്ട്. ആ ചാർട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് വെച്ച് ലാമിനേറ്റ് ചെയ്യുകയോ മറ്റോ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രൊഫഷണൽ ആയിട്ട് മലയാളം ടൈപ്പ് ചെയ്യാൻ പഠിക്കാൻ പറ്റും. അപ്പോൾ ആവശ്യമുള്ളവർ ആ വീഡിയോ ചെന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കീബോർഡ് എങ്ങനെ ആഡ് ചെയ്യണം, എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് സ്ക്രീനിലൂടെ കാണാം. നമ്മളെ സ്ക്രീനിൽ ഇടതുഭാഗത്ത് താഴെയായിട്ട് സ്റ്റാർട്ട് മെനുവിൽ പോവുക. അവിടെ റീജിയൻ ആൻഡ് ലാംഗ്വേജസ് എന്ന് കാണാം. അതായത് അതിൻ്റെ സ്പെല്ലിങ് കൃത്യമായി പറഞ്ഞാൽ റീജിയൻ ആൻഡ് ലാംഗ്വേജസ്. ഇത് നമ്മൾ അവിടെ ടൈപ്പ് ചെയ്യാം. നമുക്ക് നോക്കാം. അത്രയും ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് റീജിയൻ ആൻഡ് ലാംഗ്വേജസ്. നമ്മളതിനെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരു മെനു ആണ് ആദ്യമായിട്ട് നമുക്ക് കിട്ടുക. അവിടെ മൂന്നാമത്തെ ടാബിൽ, അതായത് ഈ ഭാഗത്ത് കീബോർഡ്സ് ആൻഡ് ലാംഗ്വേജസ്, ഈ ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ചേഞ്ച് കീബോർഡ്സ് എന്ന് കിട്ടും. നമ്മൾ വീണ്ടും അവിടെ തന്നെ ചേഞ്ച് കീബോർഡ്സ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇങ്ങനെ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് ഇംഗ്ലീഷ്, അറബി കീബോർഡുകളുണ്ട്, ഓൾറെഡി എൻ്റെ കമ്പ്യൂട്ടറിലുണ്ട്. ഇനി നമുക്ക് മലയാളം കൂടെ ഇതിൽ ആഡ് ചെയ്യണം. അതിന് നമ്മൾ പ്രസ് ചെയ്യേണ്ടത് ഈ ആഡ് ബട്ടൺ കണ്ടല്ലോ. ഈ ആഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ രൂപത്തിലുള്ള മെനു വരും. ഇത് നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ മലയാളം ഇനി ഷോർട്ടായിട്ട് നമുക്കൊരു അടിച്ചു കഴിഞ്ഞാൽ മലയാളം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് വരും. അങ്ങനെ കണ്ടോ, ഇവിടെ ഈ പ്ലസ് പോയിന്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഈ പ്ലസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, വീണ്ടും ഇതുപോലെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യാം. അതിങ്ങനെ ഈ മലയാളം എന്ന ഭാഗത്ത് മാത്രം നമ്മൾ ടിക്ക് ചെയ്യുക. ഇങ്ങനെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യാം. ഇവിടെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കീബോർഡ് ആഡ് ചെയ്യാൻ വേണ്ടുന്ന കാര്യമല്ല എങ്കിൽ കൂടി നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് ടൈപ്പ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കണ്ടു ഇംഗ്ലീഷ് ഉണ്ട്, അറബി ഉണ്ട്, മലയാളം ഉണ്ട്. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ലാംഗ്വേജ് മാറ്റണമെന്നുണ്ടെങ്കിൽ എളുപ്പമാവുന്ന രൂപത്തിലൊരു കീ ഇപ്പോഴേ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് നമുക്ക് ഇവിടെ പോവാം, അഡ്വാൻസ്ഡ് കീ സെറ്റിങ്സ് എന്ന ഭാഗത്ത് പോവാം. ഇത് ക്ലിക്ക് ചെയ്യാം. ആ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ ബിറ്റ്വീൻ ഇൻപുട്ട് ലാംഗ്വേജസ്. ബിറ്റ്വീൻ ഇൻപുട്ട് ലാംഗ്വേജ് എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച ശേഷം വീണ്ടും ചേഞ്ച് സീക്വൻസ് എന്ന ഭാഗത്ത് പ്രസ് ചെയ്യാം. ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ രൂപത്തിലാണ് വരിക. ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും, ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ കണ്ടല്ലേ, അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, നമുക്ക് സെലക്ട് ചെയ്യാൻ ഏറ്റവും എളുപ്പം ഒന്നെങ്കിൽ കൺട്രോൾ ഷിഫ്റ്റ് അല്ലെങ്കിൽ ലെഫ്റ്റ് ആൾട്ട് പ്ലസ് ഷിഫ്റ്റ്. ഞാനിവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് കൺട്രോൾ ഷിഫ്റ്റ് ആണ്.
ഓക്കെ, എന്നിട്ട് നമ്മൾ ആ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെയും നമ്മൾ അപ്ലൈ കൊടുത്ത് ഓക്കെ കൊടുക്കുക. അപ്പോൾ തിരിച്ച് മെനുവിൽ വന്നു കഴിഞ്ഞാൽ തിരിച്ച് എല്ലാത്തിലും ഓക്കെ കൊടുത്ത് പോവുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മൾ കമ്പ്യൂട്ടറിൽ റൈറ്റ് സൈഡിൽ വലത് ഭാഗത്ത് താഴെയായിട്ട് ഇവിടെ ഈ ലാംഗ്വേജസ് കാണാം, EN. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ മലയാളം എന്ന് വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ വേർഡ് ഒന്ന് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോർമലി ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ നമ്മൾ ഹലോ ഇംഗ്ലീഷാണ് വരുന്നത് അല്ലേ. ഹലോ, ഹൗ ആർ യു. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷാണ് ആദ്യമായിട്ട് വരുന്നത്. ഇനി നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് പറഞ്ഞതുപോലെ താഴെ ഈ ENG എന്ന ഭാഗത്ത്, ENGൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് മലയാളം സെലക്ട് ചെയ്യാം. ഇപ്പോൾ കണ്ടില്ല, അവിടെ ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇനി അറബി വേണമെങ്കിൽ അറബി ചെയ്യാം. ഇനി അഥവാ വേറെ ഏതെങ്കിലും ഭാഷയാണ് നമ്മൾ ഐഡ് ചെയ്തതെങ്കിൽ അത് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് മലയാളം ക്ലിക്ക് ചെയ്യുക. അങ്ങനെ മലയാളം ക്ലിക്ക് ചെയ്ത ശേഷം വീണ്ടും നമ്മളിവിടെ ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സുഖമാണോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്രത്യേകം കാര്യം എനിക്കൊന്ന് ഓർമ്മപ്പെടുത്താനുള്ളത്, അപ്പോൾ ഞാൻ സുഖമാണോ എന്ന് വളരെ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്തു. കാരണം എനിക്ക് അതിൻ്റെ കീബോർഡ് അറിയാവുന്നത് കൊണ്ടാണ്. ഈ രൂപത്തിൽ നിങ്ങൾക്ക് കീബോർഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ വീഡിയോയിൽ താഴെ ലിങ്ക് വെച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് മലയാളം എല്ലാ അക്ഷരങ്ങളും ഏത് രൂപത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ അതിൽ ഒരു ചാർട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതിൽ വളരെ വിശദമായിട്ട് തന്നെ എല്ലാ അക്ഷരങ്ങളും ഈ ഇങ്ങനെ തുടങ്ങി സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, കൂട്ടക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ കൊടുത്തുകൊണ്ട് എങ്ങനെയാണ് പറയുന്നത് എന്നെല്ലാം വളരെ വിശദമായിട്ട് തന്നെ ആ ചാർട്ടിലുണ്ട്. ഇനി ഈ ഒരു വിഷയത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും നിങ്ങൾക്ക് മലയാളം കീബോർഡ് പഠിക്കണമെന്നുണ്ടെങ്കിൽ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. മുകളിൽ ഐ ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലേക്ക് പോയിട്ട് വളരെ പ്രൊഫഷണലായിട്ട് തന്നെ നിങ്ങൾക്ക് മലയാളം ടൈപ്പ് ചെയ്യുന്ന രീതി മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കണ്ടല്ലോ, ഇതുപോലെയാണ് നമ്മളെ കമ്പ്യൂട്ടറിൽ മലയാളം കീബോർഡ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത്. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കൂ. ഓക്കെ, അറിവ് പ്രാവർത്തികമാക്കാനും പകർന്നു നൽകാനുമുള്ളതാണ്. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.